നമസ്കാരം, ഞാൻ ഇതു രാജേഷ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പല കുട്ടികളും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് പിന്നേക്ക് നീട്ടിവെക്കുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസിന്റെ കുറവാണ്. സെക്കൻഡ് വൺ ഫിയർ ഓഫ് ഫെയിലിയർ. അവർക്ക് തോൽക്കുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ആയ സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണൽ റിസോഴ്സ് ആണ്. നമുക്ക് ഏത് സാഹചര്യത്തെയും ഫേസ് ചെയ്യാൻ സെൽഫ് കോൺഫിഡൻസ് കൂടിയേ തീരും. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും, അല്ലെങ്കിൽ പിന്നേക്ക് മാറ്റിവെക്കും, അല്ലെങ്കിൽ ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോഴാണ് നമ്മൾ സെൽഫ് കോൺഫിഡൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. ഈ സോഷ്യൽ ഫോബിയ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ സെൽഫ് കോൺഫിഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് ഉള്ള പോലെ ആക്ട് ചെയ്യാം. ആക്ടിങ് കോൺഫിഡന്റ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കോൺഫിഡൻസ് കുറച്ച് കൂടും. ഈ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി കോൺഫിഡൻസ് ഉള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് വയ്ക്കുക. അവരെങ്ങനെയാണ് ആളുകളോട് ബിഹേവ് ചെയ്യുന്നത്, അപ്പൊ അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ നല്ല സ്മൈലോടുകൂടി മറ്റുള്ളവരോട് വർത്തമാനം പറയാം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യും. പിന്നെ നമ്മൾ എന്തെങ്കിലും സ്പീച്ചൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണാടിയുടെ മുന്നിലൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന്, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരു സ്പീച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഒരു കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്നത് കാണും. അങ്ങനെ നമ്മൾ ഒരു വലിയൊരു ഗാദറിംഗായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിസൾട്ടിനെ പറ്റി ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കും. അതായത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താകും, പിന്നെ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും, അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. നമ്മൾ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ എന്നുള്ള ചിന്തയാണ് നമ്മുടെ കോൺഫിഡൻസ് ഏറ്റവും അധികം കുറയ്ക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ ഇഫക്റ്റ് എന്താവും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ മുമ്പേ തന്നെ കണക്കുകൂട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ അത് അത്രയ്ക്ക് കാര്യമായിട്ട് തോന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ തന്നെ ഇംപ്രൂവ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കൂ. നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ഡ്രീംസ് നമുക്ക് കൈവരിക്കണമെങ്കിൽ നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ആവശ്യമാണ്. ഇനി അടുത്തതാണ് നമുക്ക് ഇങ്ങനെയുള്ള ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക? ഇപ്പോ നമ്മള് ഫിയർ ഓഫ് ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്യും. അതായത് നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് നമുക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വളരെയധികം ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിൽ നിന്നൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈമിൽ അത് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ആണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ധാരാളം ബുക്സ് വായിക്കുക, മോട്ടിവേഷൻ സ്പീച്ചുകൾ കേൾക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ഇംപ്രൂവ്മെന്റ് കിട്ടും. ഇനി മിക്കവാറും ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ് പ്രോബ്ലം. ചിലപ്പോ ഞാൻ സ്മാർട്ട് അല്ല, അട്രാക്റ്റീവ് അല്ല, ഒരു കോമ്പിറ്റന്റ് അല്ല, എനിക്കിത് പറ്റില്ല, അങ്ങനെയുള്ള മനോഭാവമാണ് നമ്മൾ മാറ്റേണ്ടത്. ഇത് ജനറ്റിക് ആയിട്ട് കിട്ടുന്ന ഒന്നല്ല. നമ്മുടെ പ്രാക്ടീസ് കൊണ്ടും നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടും നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻ കൊണ്ടും ഒക്കെയാണ് നമ്മൾ നല്ല സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളുകളായിട്ട് മാറുന്നത്. ചിലര് പണ്ട് വളരെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളുകളായിരിക്കും. ചിലപ്പോ കല്യാണത്തിന് ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിലെ പ്രോബ്ലംസ് കാരണമോ കോൺഫിഡൻസ് തീരെ കുറഞ്ഞ